ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് എരിശ്ശേരിയാണ്. മത്തങ്ങയും പയറും ഉപയോഗിച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് മത്തങ്ങ പയർ എരിശ്ശേരി തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് പയറെടുത്ത് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു 2 മണിക്കൂറാണ് ഇതുപോലെ കുതിർത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് പയറിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഒരു 3-4 മണിക്കൂറൊക്കെ കുതിർത്തി എടുക്കാം. ഇതിപ്പോൾ ചെറിയ ടൈപ്പ് പയറാണ്, അതായത് ഇതുപോലുള്ള പയർ കുതിർത്തിയെടുത്തതാണിത്. ഇവിടെ കിട്ടുന്നത് സാധാരണ ഇതുപോലെ ചെറിയ ടൈപ്പാണ്. നാട്ടിലൊക്കെ കുറച്ചും കൂടി വലിയ ടൈപ്പ് പയർ കാണാറുണ്ട്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് കുതിർത്തി വെച്ചത്. ഇനി നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പയറിൽ കല്ലൊക്കെ ഉള്ള പയറാണെന്നുണ്ടെങ്കിൽ കല്ലൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ. അതിനുശേഷം മാത്രം കുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ പയറിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ പയർ വേവാൻ ആവശ്യത്തിന് വെള്ളം എപ്പോഴും പയറിൻ്റെ മുകളിൽ നിൽക്കണം കേട്ടോ. ഇതിപ്പോൾ ചെറിയ ടൈപ്പ് പയറായ കാരണം ഒരുപാട് സമയമൊന്നും എടുക്കില്ല വെന്ത് വരാൻ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനെപ്പോഴും ഉപ്പ് ചേർത്തിട്ട് തന്നെയാണ് പയർ വേവിക്കാറ്. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം, എങ്ങനെയാണെന്ന് വെച്ച് ചെയ്യാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഇനി ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിൽ വരേണ്ടവരെയാണ് വേവിച്ചെടുക്കുന്നത്. പയറിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന പയറിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പയറിനനുസരിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരുപാട് കൊണ്ട് വെന്തുടയേണ്ട ആവശ്യമില്ല. നമ്മൾ പിന്നെ മത്തങ്ങയും കൂടി ചേർത്തിട്ട് പിന്നെ ഒന്നും കൂടി നമ്മൾ വേവിച്ചെടുക്കും. ഇതിവിടെ നിന്ന് കുക്കാവട്ടെ. ആ സമയത്ത് നമുക്ക് മത്തങ്ങ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1 കഷ്ണം മത്തങ്ങയാണ്. ഇതിൻ്റെ വെയിറ്റ് പറയണമെങ്കിൽ 1/2 കിലോ. മത്തങ്ങ എടുക്കുമ്പോൾ അതായത് നന്നായിട്ട് മൂത്ത മത്തങ്ങ എടുക്കാം, നല്ല കളറുള്ള മത്തങ്ങ. ഇതിനിപ്പോൾ നല്ലൊരു ഡാർക്ക് മഞ്ഞ കളറുണ്ട്. ഇങ്ങനെ നല്ല കളറുള്ള മൂത്ത മത്തങ്ങ എടുക്കുക, അപ്പോഴാണ് അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ചെറിയ ടൈപ്പ് മത്തങ്ങയൊക്കെ കിട്ടാറുണ്ട്, അതൊന്നും അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. കൈയൊക്കെ മുറിയാൻ സാധ്യതയുണ്ട്. മത്തങ്ങയുടെ തൊലിക്ക് കുറച്ച് കനമുണ്ടല്ലോ. ഞാനെപ്പോഴും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിക്കും ആദ്യം, എന്നിട്ടാണ് തൊലി കട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ മുഴുവനോട് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിട്ട് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റും. ഇതിൻ്റെ നടുഭാഗത്തെ ഭാഗം എന്തെന്നാ പറയുക, ഇതിന് എനിക്ക് അറിയില്ല ശരിക്കും. ഇനി ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് മാറ്റാം. മത്തങ്ങയുടെ തൊലി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് താഴേക്ക് താഴ്ത്തിയിട്ട് തന്നെ കട്ട് ചെയ്യുക. ആ പച്ച കളറൊക്കെ ഒന്ന് കളയാം. പച്ച കളർ വേണ്ട നമുക്ക്. കൈ മുറിയാതെ ശ്രദ്ധിക്കാം കേട്ടോ. മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും കൈ മുറിയാനുള്ള സാധ്യതയുണ്ട്, ഇതിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലുള്ള കാരണം. ഈ ഒരു രീതിയിൽ അതിനുശേഷം ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറിയ കഷ്ണങ്ങളല്ല, സാധാരണ മത്തങ്ങ എരിശ്ശേരി തയ്യാറാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ കുറച്ച് വലിയ കഷ്ണങ്ങൾ. ഇതിപ്പോൾ മത്തങ്ങ എങ്ങനെ കട്ട് ചെയ്തെടുത്താലും പ്രശ്നമൊന്നുമില്ല, കാരണം ഇത് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു പോകാനുള്ള സംഭവം തന്നെയാണ്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ നമുക്ക് എല്ലാ കഷ്ണങ്ങളും കട്ട് ചെയ്തെടുക്കാം. ഈ മത്തങ്ങ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കുരും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. മത്തങ്ങയുടെ കുരു എന്ന് പറയുന്നത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവം തന്നെയാണ്. ഇപ്പോൾ നമുക്കിത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പാക്കറ്റിൽ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ തെലുങ്ക് ഫ്രണ്ട് പറയാറുണ്ട്, അവർ ഈ മത്തങ്ങയുടെ കുരുവിൻ്റെ ഉള്ളിലത്തെ അതായത് തൊലി കളഞ്ഞിട്ടുള്ള ഒരു ഭാഗമില്ല, അതൊരു പായസത്തിലൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന്. അതായത് നമ്മളിപ്പോൾ കാഷ്യൂനട്ടൊക്കെ എണ്ണതിന് പകരമായിരിക്കാം. ഇപ്പോൾ ഇവിടെയൊക്കെ കാണാറുണ്ട് മത്തങ്ങയുടെ കുരുവിൻ്റെ ഉള്ളിൽ ആ ഒരു പരിപ്പില്ലേ, അത് ഞാൻ സാധാരണ കഴിക്കാറുണ്ട്. ഈ മത്തങ്ങയുടെ കുരു, ഈ മത്തങ്ങ ശരിക്കും കണ്ടോ നല്ല വിളഞ്ഞ മത്തങ്ങയാണ്. ഇതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ ഈ ഒരു കളർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കുറച്ച് വലിയ ടൈപ്പ് മത്തങ്ങ എടുക്കുക, അപ്പോഴായിരിക്കും കുറച്ച് നല്ലതായിരിക്കുക. ഇപ്പം ഞാൻ ഈ മത്തങ്ങയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ കുരും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. കുരു ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറിൽ ഇട്ട് കൊടുക്കും. അതിനുശേഷം വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കും. അതിനുശേഷം ഒന്ന് എന്തെങ്കിലും ഒരു പ്ലേറ്റിലോ അല്ലെങ്കിൽ എന്തിലെങ്കിലും വെച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ തൊലിയൊക്കെ കൈ കൊണ്ട് ഇങ്ങനെ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി കറക്റ്റായിട്ട് പോരും. നമ്മുടെ മുടിക്കും സ്കിന്നിനൊക്കെ വളരെ നല്ലതാണത്. ഇപ്പോൾ കണ്ടില്ലേ, പയർ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷമാണ് ഈ പയർ വേവിച്ചെടുത്തത് കേട്ടോ. ഇപ്പോൾ ഒരു പയറെടുത്ത് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വെന്തിട്ടുണ്ട്. എന്നാൽ ഒരുപാട് വെന്തുടഞ്ഞിട്ടില്ല, ആ ഒരു രീതിയിൽ. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചാൽ മത്തങ്ങ ചേർത്ത് കൊടുക്കാം.
1 ടീസ്പൂൺ മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ചേർക്കണില്ല, നേരത്തെ പയർ വേവിച്ച സമയത്ത് ചേർത്ത് കൊടുത്തിരുന്നല്ലോ. ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചേർക്കുള്ളൂ. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മത്തങ്ങ വേവാൻ വേണ്ടിയിട്ട് മാത്രം മതി, ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ. ഇത് മതി. ഇനി ഇത് അടച്ചു വെച്ച് 1 വിസിൽ വരണവരെ വേവിച്ചെടുക്കാം. മത്തങ്ങ ആയ കാരണം പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. മത്തങ്ങ കുക്കായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 നാളികേരം എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പകുതി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ, കുറച്ച് വെള്ളം തന്നെ മതി. ഒരു 1/4 കപ്പൊക്കെ മതി. ഒരുപാട് പേസ്റ്റായിട്ടല്ല കേട്ടോ ഇത് അരച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ആവശ്യത്തിന് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിൽ. ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, മത്തങ്ങയൊക്കെ കറക്റ്റായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. ഇത് മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഈ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. എനിക്കിതിൽ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എരിവുണ്ട്, പക്ഷെ ഉപ്പ് കുറച്ച് കുറവാണ്. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ചും വന്നിട്ടുണ്ട്. ഇത് മതി. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെയാണ്. ഇതിന് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റി വെക്കുകയാണ്. ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വെളിച്ചെണ്ണ വേണം. ഇപ്പോൾ ഈ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. ഈ കടുകൊന്ന് നന്നായിട്ട് തന്നെ പൊട്ടി വരട്ടെ. നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ചേർത്തത്. ഇതിപ്പോൾ ചെറിയ ടൈപ്പാണ്, വലിയ ടൈപ്പാണെന്നുണ്ടെങ്കിൽ ഇത്രയധികം വേണ്ട. വറ്റൽമുളക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറുകിയ നാളികേരം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു നാളികേരത്തിൻ്റെ പകുതിയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അളവ് പറയണമെങ്കിൽ ഏകദേശം 1.5 കപ്പ്. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഈ നാളികേരം നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോയരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മൾ പല രീതിയിലുള്ള എരിശ്ശേരി തയ്യാറാക്കാറുണ്ട്. ചക്കരിശ്ശേരി, കായും പയറും എരിശ്ശേരി, ചേനെരിശ്ശേരി, അങ്ങനെ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. ഇതിപ്പോൾ സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള മത്തങ്ങയും പയറും എരിശ്ശേരിയാണ്. ഇനിയിപ്പോൾ വിഷുവൊക്കെയല്ലേ വരുന്നത്, അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സദ്യ സ്റ്റൈൽ റെസിപ്പീസാണ് ഇടണത്. ഇതിന് എന്താ പറയുക, വറുത്തരിശ്ശേരി എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ ഈ നാളികേരം വറുത്തെടുക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ എണ്ണ ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. പിന്നെ പല ആൾക്കാരും പല രീതിയിലാണ് ഇത് ഉണ്ടാക്കാറ്. ചില സ്ഥലങ്ങളിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഉഴുന്നുപരിപ്പ് ചേർക്കാറുണ്ട്. ഞാൻ സാധാരണ ഇതൊന്നും ചേർക്കാറില്ല. നമ്മൾ ഈ മത്തങ്ങയും പയറും എരിശ്ശേരിക്ക് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നല്ല മത്തങ്ങ എടുക്കാം. അപ്പം മാത്രമാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത്യാവശ്യം ചെറിയൊരു മധുരമുള്ള ഒരു മത്തങ്ങ, ആ രീതിയിലുള്ള മത്തങ്ങ ആകുമ്പോഴാണ് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ മധുരം ഇല്ലാത്ത മത്തങ്ങയൊക്കെയാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ശർക്കരയിലും മതി. വളരെ കുറച്ച് അളവ് മതി കേട്ടോ. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും മത്തങ്ങ എരിശ്ശേരി എന്ന് പറയുമ്പോൾ ഒരു മധുരത്തോടു കൂടി ഒരു കറി തന്നെയല്ലേ. ഇതിപ്പോൾ ലൈറ്റായിട്ട് കളർ ചേഞ്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ മത്തങ്ങ നല്ലതാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും. പിന്നെ ഒരു കഷ്ണം കട്ട് ചെയ്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നാളികേരം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ നാളികേരം കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കറിയുടെ കംപ്ലീറ്റ് ടേസ്റ്റ് പോകും.
പിന്നെ ഈ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പല സ്ഥലങ്ങളിൽ ഈ എരിശ്ശേരി പല രീതിയിലാണ് ഉണ്ടാക്കാറ്. ചില സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് മത്തങ്ങയും പരിപ്പും കൂടി ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. കോട്ടയം ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഉണ്ടാക്കണത്. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ മത്തങ്ങയും പയറും ഉണ്ടാക്കുക. ഇതിപ്പോൾ ഫ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആവും. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് മതി, ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് വീണ്ടും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഈ ഒരു ചൂട് കൊണ്ട് തന്നെ ഇനി ആയിക്കോളും. ഇതിപ്പോൾ ചില നാളികേരത്തിൻ്റെ ഒക്കെ കളർ കറക്റ്റായിട്ട് തന്നെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ നാളികേരം കറക്റ്റായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ല, ആ ഒരു രീതിയിൽ. എരിശ്ശേരിയിൽ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ ലൂസായിട്ടുള്ള കറിയാവും. ശരിക്കും പറഞ്ഞാൽ എരിശ്ശേരി ഈ ഒരു രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കുക, ലൂസായിട്ടല്ല. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിമിഷാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പം മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.